ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രഗ്നൻസി പീരീഡിൽ ഗർഭിണികൾ ശീലിക്കേണ്ടതായ ചില പാൽക്കഷായങ്ങൾ പറയാം. ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം സുഖപ്രസവത്തിന് സഹായിക്കും, അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും, ബുദ്ധി വളർച്ചയ്ക്കും ആ പൊസിഷനിങ് കറക്റ്റ് ആവുന്നതിനും സഹായകമാവും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് കുറയുക, ഇനി അതല്ലെങ്കിൽ ഗർഭകാലത്തുണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ്, ഇടയ്ക്കുണ്ടാകാൻ സാധ്യതയുള്ള ബ്ലീഡിങ് ഉണ്ടാവുക, അതല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സിവിയറായിട്ടുള്ള വൊമിറ്റിങ്, ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ പ്രഗ്നൻസി പീരീഡിൽ. ഇത്തരം സംഗതികളൊന്നുമില്ലാതെ നോർമൽ ഡെലിവറിക്ക് സഹായിക്കുക. അതുപോലെ ആ കുഞ്ഞ് ആരോഗ്യവാനായ മറ്റ് അസുഖങ്ങളൊന്നുമില്ലാത്ത കുഞ്ഞ് ജനിക്കുന്നതിന് സഹായകമായ ഒരു പാൽക്കഷായങ്ങൾ പണ്ട് കാലം മുതലേ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ് നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും വീടുകളിൽ ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഗുളികകളായി. അതാകുമ്പോൾ വളരെ സൗകര്യമാണല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്, വളരെ വിശേഷമാണ്. ഇത് ചെയ്യാൻ തയ്യാറുള്ളവർ, ഇനി തയ്യാറില്ലാത്തവർ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാം, എൻജോയ് ചെയ്യാം. ഇത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. തയ്യാറാക്കുന്നതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക. എല്ലാ ഗർഭിണികൾക്കും ഇനി ഗർഭം ധരിക്കാൻ സാധ്യതയുള്ളവർക്കും ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ അതിനായിട്ട് 1-ാം മാസം മുതൽ ഓരോരോ പാൽക്കഷായങ്ങൾ തയ്യാറാക്കിയിരിക്കണം. ഓരോ മാസവും ഓരോ പാൽക്കഷായം, അങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ട് പാൽക്കഷായം വെക്കേണ്ട വിധി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഔഷധദ്രവ്യം 30 ഗ്രാമാണ് എടുക്കുക. 30 ഗ്രാം മരുന്ന് നന്നായി കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുത്തിട്ട് 1 ഗ്ലാസ് പാലെടുക്കണം. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് പാലിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് പാലളവാക്കി വറ്റിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ടുള്ള ഔഷധദ്രവ്യം ഒരു പരുത്തി ശീലയിൽ ഇങ്ങനെ കിഴി അയച്ച് കെട്ടണം. ലൂസായിട്ട് കെട്ടരുത്, ടൈറ്റായിട്ട് കെട്ടരുത്, ലൂസാക്കി കിഴി അയച്ച് കെട്ടിയിട്ട് എന്നിട്ട് ആ പാല് വറ്റി കഴിയുമ്പോൾ അതങ്ങ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൽ അല്പം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇനി അതല്ലെങ്കിൽ ഓരോ ധന്വന്തരി ഗുളിക പൊടിച്ച് ചേർക്കാം. അതൊക്കെ നിങ്ങൾക്ക് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടതായ മാറ്റങ്ങൾ, ഓരോരുത്തരുടെ രോഗപ്രകൃതിയും രോഗാവസ്ഥകൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടതായത് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളൊരു ആയുർവേദ ഡോക്ടർക്ക് സാധിക്കും. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾക്ക് ഇത് സഹായകമാവും. അപ്പോൾ അതിന് ആദ്യത്തെ മാസത്തിൽ 1-ാം മാസം കുറുന്തോട്ടി വേരാണ് എടുക്കേണ്ടത്. കുറുന്തോട്ടി വേര് നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വീട്ടിലൊക്കെ ധാരാളം പറിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ തൊടികളിലും പറമ്പുകളിലും കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അടുത്ത മരുന്ന് കടയിൽ പോയിട്ട് വാങ്ങിക്കുക. അപ്പോൾ കുറുന്തോട്ടി വേര് നന്നായിട്ട് കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുത്തത് 30 ഗ്രാമേ വേണ്ടു ഒരു ദിവസത്തേക്ക് കിട്ടും. ഇതൊരു മാസം കഴിക്കണം. മനസ്സിലായോ? 1-ാം മാസം ഫുള്ള് ഇത് കഴിക്കണം. അപ്പോൾ 30 ഗ്രാം കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുത്തത് ഒരു പരുത്തിശീലയിൽ അയച്ച് കെട്ടുക. അതൊരു മൺകലായ വിശേഷമായി അതിലിട്ടിട്ട് 1 ഗ്ലാസ് പാല്, ആ ഗ്ലാസ് കൊണ്ട് തന്നെ അതിൻ്റെ 3 ഇരട്ടി വെള്ളം, 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കുറുക്കി വറ്റിച്ചിട്ട്, ചിലർ ഇത് കുറുക്കാൻ മടിയായിട്ട് ഈ 3 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ്സാക്കി ചേർക്കാറുള്ളൂ വെള്ളം. എന്നാലും കുഴപ്പമില്ല. 1 ഗ്ലാസ് പാലിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി കുറുക്കി വറ്റിച്ച് ഈ പാലളവാകുമ്പോൾ ആ കിഴി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇത് രാവിലെ കഴിക്കാം, ചൂടുകാലമൊക്കെ ആണെങ്കിൽ. ഇനി അതല്ല തണുപ്പ് കാലമാണെങ്കിൽ, അതല്ലെങ്കിൽ ചൂടുകാലമാണെങ്കിൽ രാത്രി. പാൽക്കഷായങ്ങൾ പൊതുവെ രാത്രിയാണ് വിധിച്ചിട്ടുള്ളത്. പാൽക്കഷായം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പ്, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 1-2 മണിക്കൂറിന് ശേഷം വേണം പാൽക്കഷായം കഴിക്കാനായിട്ട്. പൊതുവെ അങ്ങനെ നിശ്ചയിക്കാറുണ്ട്. രോഗാവസ്ഥകൾക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക വിശേഷമായി. പിന്നെ അതുപോലെ മേമ്പടിയായിട്ട് ഇതിൽ പല ഔഷധങ്ങളും മാറ്റി രോഗാവസ്ഥയ്ക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് വൈദ്യൻ്റെ യുക്തി അനുസരിച്ച് ചെയ്യാറുണ്ട്. പൊതുവെ ധന്വന്തരി ഗുളിക ചേർത്ത് കഴിക്കാം, അതും വിശേഷമാണ്. അപ്പോൾ 1-ാം മാസം 30 ദിവസം ഓരോ ദിവസവും 30 ഗ്രാം വീതം ആവശ്യമുണ്ട് നമുക്ക്. ഒറ്റ ദിവസം വേണ്ടു, രാത്രി മാത്രം കഴിച്ചാൽ മതി. ഓക്കെ. 30 ഗ്രാം കുറുന്തോട്ടി വേര് കഴുകി കൊത്തി നുറുക്കി ചതയ്ക്കുക. 1 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ചെറുതീകരിച്ച്, നന്നായിട്ട് തീ ഫ്ലെയിം പാടില്ല. അപ്പോൾ ഗ്യാസിലൊക്കെ ആവുമല്ലോ. ഇത് വിറകടുപ്പിൽ മൺകലത്തിലൊക്കെ ചെയ്താൽ അതിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ രുചിയിലും മണത്തിലും ഗുണത്തിലും നല്ല മാറ്റമാണ്. മനസ്സിലായോ? ഇനിയിപ്പോൾ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഗ്യാസിലും ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ. അപ്പോൾ സിമ്മിലിടണം, ചെറുതീകരിച്ച് കുറേ സമയം എടുക്കണം. മനസ്സിലായോ? നല്ലോണം ഫ്ലെയിമിൽ വേവിക്കരുത്, ചെറുതീകരിച്ച് കത്തിച്ച് വേവിക്കുക എന്ന് തന്നെയാണ് പറയുക, വറ്റിച്ചെടുക്കുക എന്ന് തന്നെയാണ് പറയുക എൻ്റെ ഭാഷ. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞരിച്ചെടുത്ത് അപ്പോൾ അത് രാത്രി സേവിക്കാം. ഇതാണ് 1-ാം മാസം കുറുന്തോട്ടി വേര്. ഇനി 2-ാം മാസം എന്താ ചെയ്യുന്നറിയോ? തിരുതാളി എടുക്കണം. തിരുതാളി വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ കഴുകി കൊത്തി നുറുക്കി ചതയ്ക്കുക. പാലളവായിട്ട് വറ്റിച്ച് പാലും വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് പിഴിഞ്ഞരിച്ചിട്ട് പാൽക്കഷായം രാത്രി കഴിക്കുക. 2-ാം മാസം തിരുതാളി വേര്.
മൂന്നാം മാസത്തിൽ ചെറുവഴുതിന് വേര്. ഇതൊക്കെ ഓരോ ദിവസവും ഒരാഴ്ച അല്ല കേട്ടോ, ഓരോ മാസം മുഴുവൻ കഴിക്കണം. ഒന്നാം മാസം മുഴുവൻ ഒരു ഡോസല്ലേ ഉള്ളൂ, കഴിച്ചുകൂടെ കുറുന്തോട്ടി വേര്. രണ്ടാം മാസം മുഴുവൻ തിരുതാളി വേര്. മൂന്നാമത്തെ മാസം ചെറുവഴുതിന വേര്, ചെറുവഴുതിന. ഇതൊക്കെ പീടികയിൽ വാങ്ങിക്കാൻ കിട്ടും, പച്ചമരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ചെറുവഴുതിന വേര് കഴുകി കൊത്തി നുറുക്കി ചതച്ച് ഇതുപോലെ 30 ഗ്രാം പാൽ കഷായം വെച്ച് 3-ാം മാസം. അപ്പോൾ ഫസ്റ്റ് ട്രൈമെസ്റ്റർ ആദ്യത്തെ 3 മാസം ഇതാണ് വേണ്ടത്. ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ ഇതാണ് കഴിക്കേണ്ടത്. കുറുന്തോട്ടി വേര് ആദ്യത്തെ മാസം, രണ്ടാമത്തെ മാസം തിരുതാളി വേര്, 3-ാമത്തെ മാസം ചെറുവഴുതിന വേര്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത 4-ാം മാസത്തിൽ ഓരിലയാണ് പാൽ കഷായം വെച്ച് കഴിക്കേണ്ടത്. ഓരില വേര് അത് പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതുപോലെ കഴുകി കൊത്തി നുറുക്കി ചതച്ച് പാൽ കഷായമായിട്ട് 4-ാം മാസം മുഴുവൻ ഓരില വേര് പാൽ കഷായം കഴിക്കുക. 5-ാം മാസം ചിറ്റമൃത് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മൊരിയും കളഞ്ഞിട്ടെന്നാണ് പറയും. അതിൻ്റെ മൊരി ഉണ്ടാവും ഇങ്ങനെ പുറമത്തൊലി, അതിങ്ങനെ ഒരു കത്തി കൊണ്ട് ചിരണ്ടി കളയണം. അതിൻ്റെ നടുവിലൊരു ആരുണ്ടാവും, അതും കളയണം. അന്ന് ആരും മൊരിയും കളഞ്ഞ് ചിറ്റമൃതായ നന്നായി വിശേഷമായി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിലാണ് കിട്ടുകയെന്നറിയില്ല, ഉണങ്ങിയതായിരിക്കും കിട്ടുക. എന്നാലും അത് പൊളിച്ച് ഇത് നാര് കളയാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ടിട്ട് പാൽ കഷായം വെച്ച് കഴിക്കും. അപ്പോൾ 4-ാം മാസത്തിൽ ഓരില വേര്, 5-ാം മാസത്തിൽ ചിറ്റമൃത്, 6-ാം മാസത്തിൽ പുത്തരിച്ചുണ്ട വേര് പാൽ കഷായം കഴിക്കുക. ഇതൊക്കെ ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ല, ഒരു മാസം മുഴുവൻ കഴിക്കണം. 6-ാം മാസം മുഴുവൻ കഴിക്കണം, പാൽ കഷായം കഴിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയണോ? വീഡിയോ വീണ്ടും കണ്ടാൽ മതി നിങ്ങൾ. കുറുന്തോട്ടി വേര്, തിരുതാളി വേര്, ചെറുവഴുതിന വേര്, ഓരില വേര്, ചിറ്റമൃത്, പുത്തരിച്ചുണ്ട വേര്. ഇനി അടുത്തത് 7-ാം മാസം യവധാന്യം വാങ്ങിക്കുക. അത് ഇതുപോലെ ഒന്ന് നന്നായി കഴുകി ചതച്ചിട്ടിട്ട് പാൽ കഷായം വെച്ച് കഴിക്കുക രാത്രിയിൽ. ഒരു മാസം മുഴുവൻ, 7-ാം മാസം മുഴുവൻ കഴിക്കണം. 8-ാം മാസം പെരുങ്കുരുമ്പ വേര് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതുപോലെ കഴുകി കൊത്തി നുറുക്കി ചതച്ചത് പാൽ കഷായം വെച്ച് രാത്രി കഴിക്കുക 8-ാം മാസം മുഴുവൻ. 9-ാം മാസം ശതാവരിക്കിഴങ്ങ് കഴിക്കുക. ശതാവരിക്കിഴങ്ങ് അതിനും ഇതുപോലെ തൊലി കളയണം. നടുവിലൊരു തണ്ടുണ്ടാവും, അത് നീക്കിയിട്ട് ആരും മൊരിയും നീക്കി കഴുകി കൊത്തി നുറുക്കി ചതച്ച് ഇതുപോലെ പരുത്തി ശീലയിൽ കിഴിയയച്ച് കെട്ടി ചെറുതീയരിച്ച് വറ്റിച്ച് പാലളവാക്കി വറ്റിച്ച് പിഴിഞ്ഞരിച്ചെടുത്ത് അതിൽ മേമ്പൊടി ഒരു ധന്വന്തരിയും ഗുളിയും കൂടെ ചേർത്ത് രാത്രി കഴിക്കുക. ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ വിശേഷമായി. ഇങ്ങനെ കഴിക്കുകയാണ് നല്ലത്. ഇത് 9-ാം മാസത്തിൽ. ഓക്കെ, ഇനി 9-ാം മാസം കഴിഞ്ഞ് 10-ാം മാസത്തിലേക്ക് കിടന്നാൽ പിന്നെ ആ പ്രസവ സമയം വരെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ത്രിഫലയും ഇരട്ടിമധുരവും കൂടി കഷായം വെച്ച്, വെറും കഷായം വെച്ചിട്ട് അതിൽ പശുനെയ്യും മേമ്പൊടി ചേർത്ത് കഴിക്കുന്നതും സുഖപ്രസവത്തിന് സഹായിക്കും. ഇങ്ങനത്തെ ചിട്ടയിൽ പോരുന്ന നോർമൽ ഡെലിവറി ആയിരിക്കും, പെയിൻ കുറവായിരിക്കും. മറ്റ് കോംപ്ലിക്കേഷൻസ്, കുഞ്ഞിൻ്റെ വളർച്ചക്കുറവ്, ഫ്ലൂയിഡ് കൂടുക, ഫ്ലൂയിഡ് പോരായക, അതുപോലെ ആ പൊസിഷൻ ശരിയാവുക, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ്, ബ്ലീഡിങ് കാണുക, തുടർച്ചയായ ഛർദി വരിക, ഇത്തരം സംഗതികൾക്കൊക്കെ ശമനം ലഭിക്കും. ഇതൊന്നുമില്ലാതെ നല്ല ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് സഹായകമാവും. പുമാൻ ജാഥ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷപ്രജ, ആൺകുട്ടി ഉണ്ടാവാനും കൂടെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആചാര്യൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പാൽ കഷായങ്ങൾ എല്ലാവർക്കും സഹായകരമാവും. അപ്പോൾ പ്രഗ്നൻസി പീരീഡിലുള്ളവർക്കും ഇനി പ്രഗ്നൻ്റ് ആവാൻ തയ്യാറായിരിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുകയോ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷമാണെങ്കിൽ ഈ പാൽ കഷായങ്ങളിൽ ചേർക്കുന്ന മേമ്പൊടി വ്യത്യാസപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ശരീരപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുസരിച്ച് വേണ്ടതായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇനി പുറത്തൊക്കെയാണ് കുറുന്തോട്ടി മാത്രം കിട്ടുമെങ്കിൽ 1-ാം മാസം മുതൽ 9-ാം മാസം വരെയും ഈ കുറുന്തോട്ടി വേര് പാൽ കഷായം കഴിച്ച് കഴിക്കുന്നതും വിശേഷമാണ്. ഓക്കെ, കുറുന്തോട്ടിക്ക് വാദശമന പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രസവം ഇത്തരം സംഗതികളിലൊക്കെ വാദം വർദ്ധിക്കും. നമ്മുടെ ശരീരത്തിന് അത്രയും ആയാസം വരുന്ന സംഗതിയല്ലേ. അപ്പോൾ ആ വാദം വർദ്ധിക്കും. ആ വാദനെ ശമിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സുഖമായിട്ടുള്ള നോർമൽ ഡെലിവറി ഉണ്ടാകുന്നതിന് സഹായകമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുറുന്തോട്ടി വേര് പാൽ കഷായം പറയുന്നത്. അപ്പോൾ ഓരോരോ മാസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇനി കിട്ടിയില്ലെങ്കിൽ കുറുന്തോട്ടി വേര് മാത്രമാണെങ്കിലും എല്ലാ ദിവസവും 9-ാം മാസം വരെ പാൽ കഷായം വെച്ച് കഴിക്കാം. 9-ാം മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രസവം അടുക്കുന്ന തീയതി വരെ ഒരാഴ്ചയോ ആ ഡേറ്റ് വരെയോ നമുക്ക് ത്രിഫല, കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട്, അതിൽ ഇരട്ടി മധുരം കൂടെ ചേർത്തിട്ട് വെറും കഷായം വെച്ച് കഴിക്കാം. അതിലല്പം നെയ്യ് മേമ്പൊടി ചേർക്കണം. പാൽ കഷായം അല്ല കേട്ടോ അത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു.
നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.